അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന കൊച്ചി ഫിഷറീസ് ഹാർബറിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകുന്നതിൽ പ്രതിഷേധിച്ച് കൊച്ചിൻ ഫിഷറീസ് ഹാർബർ സംരക്ഷണ സമിതി ആഗസ്റ്റ് 3-ന് മുൻപായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചില്ലെങ്കിൽ പോർട്ട് ചെയർപേഴ്സൺ ഓഫീസ് ഉപരോധം, അഴിമുഖ ഉപരോധം തുടങ്ങിയ പ്രതിരോധ നടപടികളിലേക്ക് കടക്കുമെന്നും ഭാരവാഹികൾ. പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി ജൂലൈ 18-ന് കൊച്ചി ഫിഷറീസ് ഹാർബർ ഓഫീസിന് മുൻപിൽ ധർണയും തുടർന്ന് തീരുമാനമുണ്ടായില്ലെങ്കിൽ കൊച്ചിൻ പോർട്ടിലേക്കുള്ള 2 കവാടങ്ങൾ ഉപരോധിക്കുമെന്നും ഭാരവാഹികൾ. അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന 5 മത്സ്യബന്ധന തുറമുഖങ്ങളിലൊന്നായ കൊച്ചി ഫിഷറീസ് ഹാർബറിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകുന്നതിൽ പ്രതിഷേധം ശക്തമാകുന്നു. 2023 ജൂലൈ മാസത്തിൽ കേന്ദ്ര ഫിഷറീസ് മന്ത്രി പുരുഷോത്തം രൂപാല പുനർനിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് 2025 ആഗസ്റ്റിൽ പദ്ധതി പൂർത്തീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഹാർബറിന്റെ പകുതിയിലധികം പൊളിച്ചിട്ട് 2 വർഷമായിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴയുകയാണ്. 1ാം ഘട്ട നിർമ്മാണങ്ങളുടെ പൂർത്തീകരണം ജൂലൈ 15-നുള്ളിൽ തീർക്കുമെന്ന് കൊച്ചി MLA KJ മാക്സിയുടെ അധ്യക്ഷതയിൽ നടന്ന അവലോകന യോഗത്തിൽ അറിയിച്ചിരുന്നു. എന്നാൽ ഹൈബീഡൻ MP-യുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ സെപ്റ്റംബറിലാണ് പദ്ധതി പൂർത്തീകരണം എന്നാണ് അറിയിച്ചത്. 2023 സെപ്റ്റംബറിൽ കൊച്ചിൻ പോർട്ട് അതോറിറ്റി ഡെപ്യൂട്ടി ചെയർമാന്റെ അധ്യക്ഷതയിൽ നടന്ന ഉപദേശക സമിതി യോഗത്തിലും പിന്നീട് കൊച്ചിൻ ഫിഷറീസ് ഹാർബർ അഡ്മിനിസ്ട്രേറ്ററുടെ അധ്യക്ഷതയിൽ നടന്ന യോഗങ്ങളിലും ഡ്രഡ്ജിംഗ് നടത്താമെന്ന് ഉറപ്പ് നൽകിയിരുന്നുവെങ്കിലും ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല. നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി കൂടേണ്ട ഉപദേശക സമിതി യോഗങ്ങളും ഇതുവരെ വിളിച്ചു ചേർത്തിട്ടില്ലെന്നും ഹാർബർ സംരക്ഷണ സമിതി ഭാരവാഹികൾ ആരോപിച്ചു. പുതിയ സീസൺ ആരംഭിക്കുന്ന ആഗസ്റ്റ് 1-ന് മുന്നായി പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചില്ലെങ്കിൽ പോർട്ട് ചെയർപേഴ്സൺ ഓഫീസ് ഉപരോധം, അഴിമുഖ ഉപരോധം പോലുള്ള പ്രതിഷേധ നടപടികൾ നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി ജൂലൈ 18-ന് കൊച്ചി ഫിഷറീസ് ഹാർബർ ഓഫീസിനു മുന്നിൽ ധർണയും തുടർന്നും നടപടികൾ ഉണ്ടായില്ലെങ്കിൽ കൊച്ചിൻ പോർട്ടിലേക്കുള്ള 2 കവാടങ്ങളും ഉപരോധിക്കുമെന്നും ഭാരവാഹികളായ ചെയർമാൻ KM റിയാദ്, KB ഉമ്മർ, CB റഷീദ്, VA ഹാഷിം, K അബ്ദുൽ നിസാർ, AS സിദ്ദിഖ് എന്നിവർ അറിയിച്ചു. നമുക്കെല്ലാം വലിയ പ്രയാസങ്ങൾ നേരിടുമെങ്കിലും ഇത് വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചാണ് നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും പിന്തുടരുന്നത്. പക്ഷേ ഇതിൻ്റെ വർക്ക് വളരെ ശോചനീയാവസ്ഥയാണ്. അപ്പോൾ ഒരു ഘട്ടം പൂർത്തിയാക്കേണ്ട കഴിഞ്ഞ് 2 ഘട്ടങ്ങൾ പൂർത്തിയാക്കേണ്ട സമയം കഴിഞ്ഞു. ആദ്യ ഘട്ടം പോലും പൂർത്തിയാക്കിയിട്ടില്ല. ഒരു ഭാഗം പൊളിക്കുമ്പോൾ വേറൊരു ഭാഗത്ത് ഇത്രയും ബോട്ടുകൾ കൊണ്ടുവന്ന് അടുപ്പിക്കുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഡ്രഡ്ജിങ്. വളരെ ചെളി പിടിച്ച് വളരെ മോശമായ അവസ്ഥ, ബോട്ട് അടുപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ. ബോട്ടുകൾക്ക് വലിയ രീതിയിലുള്ള ഈ ഡ്രഡ്ജിങ് നടത്താതെ കേടുപാടുകൾ സംഘടിപ്പിക്കുകയാണ്, കേടുപാടുകൾ ഉണ്ടാവുകയാണ്. അപ്പോൾ ഡ്രഡ്ജിങ് ഒരു ആദ്യഘട്ട നിലയിൽ കുറച്ചെങ്കിലും ചെയ്യണമെന്ന് നമ്മൾ ആവശ്യപ്പെടും. അപ്പോൾ അത് ചെയ്യാമെന്ന് പല ഘട്ടങ്ങളും ഉറപ്പ് നൽകി. റോഡിൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയാം, ഹാർബറിൻ്റെ അകത്തേക്ക് കയറിയാൽ റോഡ് വളരെ മോശമാണ്. കഴിഞ്ഞ മാർച്ച് മാസം അവസാനം അല്ലെങ്കിൽ ഏപ്രിൽ അവസാനത്തോട് പൂർത്തീകരിക്കാം. എന്നിട്ട് 2ാം ഘട്ട വർക്ക് ഈ ട്രോളിംഗ് നിരോധന സമയത്ത് നടത്തി പൂർത്തീകരിച്ച് നമുക്ക് ജൂലൈ 15-നുള്ളിൽ പൂർത്തീകരിച്ച് തരാമെന്നാണ് അന്ന് ഉറപ്പ് നൽകി. 18-ാം തീയതി ഞങ്ങളൊരു ധർണ തൊപ്പുംപടി ഫിഷറീസ് ഹാർബറോട് ചേർന്നുള്ള പോർട്ടിൻ്റെ ഹാർബറിൻ്റെ ഓഫീസിൽ ഞങ്ങൾ ഒരു ധർണ സംഘടിപ്പിക്കുകയാണ്. അതിൽ പരിഹാരം, ആ സമരത്തിൻ്റെ ഭാഗമായി പരിഹാരം കണ്ടില്ലെങ്കിൽ കൊച്ചി പോർട്ടിന് 2 ഗേറ്റുകൾ ദിവസങ്ങളോളം ഉപരോധിക്കാനാണ് ആഗ്രഹിക്കുന്നത്. 2 ഗേറ്റുകൾ കൊച്ചി പള്ളുരുത്തി ഈ പ്രദേശങ്ങളിൽ പെടുന്ന മുഴുവൻ ജനങ്ങളുടെയും ജീവിതമാണ് കൊച്ചി ഫിഷറീസ് ഹാർബർ. ഹാർബർ ഇല്ലെങ്കിൽ ഞങ്ങളുടെ കച്ചവടം വളരെ കുറവാണ്. എല്ലാ തരം കച്ചവടം കൊച്ചി മുഴുവൻ ജനങ്ങളും ജീവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വ്യവസായ കേന്ദ്രമാണ് കൊച്ചി. അതുകൊണ്ട് അത് സംരക്ഷിക്കുക എന്നുള്ളത് കൊച്ചിയിലെ ജനങ്ങളുടെ ആവശ്യമാണ്. സീസൺ തുടക്കത്തിൽ എന്ന് പറഞ്ഞെങ്കിൽ പല സ്ഥലങ്ങളിൽ നിന്നും ഈ ഹാർബറിനെ കേന്ദ്രീകരിച്ച് ബോട്ടുകൾ വരുന്നുണ്ട്. കില്ലറ്റ് ബോട്ടുകൾ നേരത്തെ പിടിച്ചിരുന്നത് പറഞ്ഞമായി 400-600 ബോട്ടുകൾ പിടിച്ചിരുന്നതാണ്. ഈ സ്ഥല സൗകര്യത്തിന്റെ കുറവ് കാരണം അവർ പല ഭാഗങ്ങളിലേക്കായി മാറി. 10% നിന്നും 9% പോയി. ബാക്കി 1% ആളുകൾക്ക് ഇപ്പൊ പണിയുള്ളൂ. അതിനുള്ള ബോട്ടുകൾ വരുന്നുള്ളൂ. അതിന്റെ കാരണം ഈ ഹാർബറിന്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്ട്രോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്. KR ഒപ്റ്റിക്കൽസ്, നിയർ ഫെഡറൽ ബാങ്ക്, പള്ളുരുത്തി. സ്പെക്സ് വേൾഡ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരുവേലിപ്പടി. KR ഒപ്റ്റിക്കൽസ്, കമ്പർഷൻ മുക്ക്, കുമ്പളങ്ങി.